സാർക്ക് വോട്ടുണ്ടോ? വോട്ടുണ്ട്. എവിടെയാണ് സാറ് വോട്ട് വരുന്നത്? വോട്ട് താമരശ്ശേരിയാണ്. ഈ പ്രാവശ്യത്തെ വോട്ട് വ്യക്തിയുടെ ബേസിലാണോ അതോ സേവനത്തിന്റെ ബേസിലാണോ? പാർട്ടിയുടെ ബേസിലല്ല. നമ്മൾ അകമഞ്ഞ് വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രൂപങ്ങളുണ്ട്, സദൃശ്യമുണ്ട്. ഓരോന്നിനും വോട്ട് ചെയ്യുമ്പോൾ പോളിംഗ് ബൂത്ത് വീട്ടിൽ കറിഞ്ഞിട്ട് എനിക്ക് ചെയ്യണമെന്ന് വോട്ട് പറയുന്നുണ്ട്. വോട്ട് ചെയ്യേണ്ട ആർക്ക് ചെയ്യേണ്ടതല്ല, ഒരു തീരുമാനമാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വ്യക്തിപരമായ കാരണങ്ങളോ വേറൊരു കാരണങ്ങളല്ല, ആരാ ഭരിക്കുന്നത്? ജനങ്ങൾക്ക് ജനസേവനാണ്. പച്ചക്കറി മാർക്കറ്റിൽ എന്നൊരു സ്ഥാപനം ഇവിടുന്ന് അവിടെ കൊണ്ടുപോയത് ഈ പാളയത്തിൽ ഒരു ഹോട്ടലിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം അടിച്ചുപൊട്ടേണ്ട ഗതികേടാണ് ഉള്ളത്. ഇന്നും ഞാൻ ഏഷ്യാനെറ്റിലും ചാനലിലും പറഞ്ഞതാ. സകലിൽ അടിച്ചുപൊട്ടിയിട്ട് കച്ചവട പാവങ്ങൾ തണ്ടും ഇവരെ പോലത്തെ ആൾക്കാരിലും തണ്ടും. എന്താ കാരണം അറിയാം? എല്ലാം കല്ലത്താങ്കടയിൽ പോയാൽ കല്ല് ഉരിച്ചിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. കച്ചവടം എന്ന സ്ഥാപനം മുമ്പോട്ട് പോകാൻ കഴിയില്ല. മേയറോടും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. വോട്ട് പിടിക്കാൻ 3 രാഷ്ട്രീയ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്, വെയിലും മഴയും കൊണ്ടിട്ട്. ഈ രാഷ്ട്രീയ പാർട്ടി ഇറങ്ങിയ സമയത്ത് വോട്ട് പിടിക്കാനാണോ ചുക്കാൻ പിടിക്കാനാണോ എന്ന് അറിയുന്നില്ല. വോട്ട് പിടിക്കണം, ആര് ജയിക്കും ആര് തോക്കും അറിയില്ല. ഏത് ഭരണം കാഴ്ചവെച്ചാലും നമുക്ക് അധ്വാനിക്കുന്ന നമുക്ക് കണ്ണും കാഴ്ചയില്ല, കാതും കേൾക്കൂല, കാലും സുഖമില്ല. ഏത് രൂപത്തിൽ പോയാൽ നമ്മൾ നയിക്കണം നമുക്ക് ജീവിക്കാൻ. നമ്മൾ ഓരോ വ്യക്തിയും എൻ്റെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ആഴങ്ങളുടെ മുറിവ് ആർക്ക് ഈ വോട്ട് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അറിയില്ല. അറിഞ്ഞാലും അവർ സേവനം ചെയ്യില്ല, വോട്ട് വാങ്ങിച്ച് പോവുകയുള്ളൂ. പിന്നെ അവർ മുഖത്ത് നോക്കിയിട്ട് മുഖത്തോട് മുഖം സിനിമ കാണാം ടിക്കറ്റ് എടുത്തിട്ട്. ഇവരെ കാണാൻ പറ്റില്ല, എടുത്താലും ഏത് റൂമിൻ്റെ ഉള്ളിലാണ്, ഇവർ കാണാൻ പറ്റില്ല. ചാനലല്ല, മനുഷ്യൻ്റെ ആകസ്മിക മനസ്സാക്ക ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. വരിക്കച്ചക്ക പഴഞ്ചക്കയാണ് ചക്ക ഏതാ നല്ലത്? വരിക്കച്ചക്കയാണ്. ഒക്കെ ചൊഴി നോക്കിയാലേ വെളുത്തിൻ്റെ വശം നോക്കാൻ പറ്റുള്ളൂ. ആളെങ്കിൽ നോക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങുന്നത് വെയിലും മഴയും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയാലും ഇറങ്ങിയാലും ശരി വിജയിപ്പിക്കണം. വിജയിപ്പിച്ചാലും ഈ പച്ചക്കറി മാർക്കറ്റ്, പാലത്ത് പച്ചക്കറി മാർക്കറ്റ് നടത്തുന്ന കച്ചവടക്കാർ എത്ര എണ്ണി ഈ 10-50 വില കച്ചവടം നടത്തുന്നു. ഈ കച്ചവടം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ഓരോ ജനങ്ങളും എത്ര കഷ്ടപ്പെട്ട പാലത്തിൽ വരുന്നത്. ഒരു ലോറി ആയാലും എത്ര ഉള്ളോട്ട് വെള്ള പച്ചക്കറി ഇവിടുന്ന് കൊണ്ടുപോകുന്നു പച്ചക്കറി. ഇത് കല്ലത്താങ്കടയിൽ കൊണ്ടുപോയാൽ ഓട്ടോറിക്ഷയ്ക്ക് എത്ര പൈസ കൂട്ടണം? അവിടെയുള്ള സ്ഥാപനത്തിൽ ഇതിനെ 4 ഇരട്ടി അട കൊടുക്കണം വേണ്ടേ? അപ്പോൾ ഇവർ പോകാൻ തയ്യാറല്ല. അതിന് മേയറോട് പറഞ്ഞുകൊണ്ടോ മേയറോട് നോക്കാം. ഇത് മനുഷ്യന്മാരുടെ അടിച്ചമർത്തി ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഓരോ മനുഷ്യനും കുത്തിയിരുന്ന് ആലോചിക്കണം. കേരളത്തിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ വാർഡിലും ആൾക്കാർ കുത്തിയിരുന്ന് ചെന്ന് കോർപ്പറേഷൻ കൊണ്ട് ഭരിച്ചിട്ട് മനുഷ്യന്മാർക്ക് ഒരു നേട്ടമില്ല, കോട്ടയുള്ളൂ. ഇന്നും നാളെ കോട്ട ഇല്ലാണ്ടിരിക്കാൻ നിങ്ങളെ പോലത്തെ ആൾ സേവനം ചെയ്യുന്നുണ്ട്. എന്താ മുമ്പിൽ പിടിച്ചിട്ട് എന്താ സാധനം എനിക്കറിയില്ല, എൻ്റെ പേര് എന്താ സാധനം എന്താ പറയുക പിടിക്കുന്ന എനിക്കറിയില്ല. മൈക്ക എന്തോ സാധനം ആയിക്കോട്ടെ. പറഞ്ഞാലും വാക്കുകൾ പ്രസരിപ്പിന്റെ വാക്കിൽ പാട്ട് പാടും, പാരഡി കാര്യങ്ങൾ പാടും. കണ്ടില്ല കേട്ടില്ല കോട്ടയത്തൊരു അതുപോലെ പാടിയിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ അതാ സമയത്ത് ചെയ്യണം. ഈ റോഡ് കണ്ടില്ല എത്ര കുണ്ടും കുയ്യും മനുഷ്യന്മാർക്ക് നടക്കല്ല. രാത്രി ആയാലും വെളിച്ചുണ്ടാവില്ല. വീട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ട് നല്ല മലമ്പാമ്പ കിടക്കുന്നത്. പാമ്പ് ചവിട്ടാൽ നമ്മൾ ചത്താൽ പോയി, നമ്മൾ ഭാര്യയ്ക്കും ഭർത്താവിനും പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിടിച്ചിട്ട് കാലിൽ കെട്ടിച്ചിട്ട് കാര്യമില്ല. ഇത് ജനങ്ങൾ അറിയിക്കണം, ജനങ്ങൾ അറിയണം. അറിയാൻ മാത്രമല്ല, ജനങ്ങൾ അറിഞ്ഞിട്ട് ഈ കല്ലെടുത്താൻ കടയിലെ വലിയ കച്ചവടക്കാർ അങ്ങോട്ട് പോയിക്കോട്ടെ, ചെറുകിട കച്ചവടക്കാർ ഇവിടെ തന്നെ നിൽക്കട്ടെ.